അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് വർക്ക് ഇരിട്ടിയിലാട്ടോ, ഒരു എൻഗേജ്മെന്റ് മേക്ക് ഓവർ ആണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി പൊക്കോണ്ടിരിക്കാട്ടോ. ഈവനിങ് ആണ് വർക്ക്. നമുക്കൊരു 11:30 ഒക്കെ ആകുമ്പോഴത്തേനും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. എന്നാലും നമുക്കൊരു 2:30 ഒക്കെ ആകുമ്പോഴത്തേനും ഫിനിഷ് ആവത്തുള്ളൂ അല്ലേ? ചേട്ടക്ക് ചെറിയൊരു കോൾഡൊക്കെ അടിച്ചിട്ട് വലുതായിട്ട് എല്ലാവർക്കും ചുമയാണ്. എനിക്ക് ഇതുവരെ മര്യാദക്ക് സ്റ്റാർട്ട് ആയിട്ടില്ല. അപ്പം മേക്കപ്പിന്റെ വീഡിയോസ് കാണാം. അപ്പം ഞാൻ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള വീടാണ്. ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഫ്രെയിമൊക്കെ ഉള്ള വീടാട്ടോ. അങ്ങനെ ബ്രൈഡ് ഡ്രസ്സ് മാറുന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി വീടൊക്കെ ഒന്ന് ചുറ്റി കാണുമായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയിരുന്നപ്പോഴാണ് കുറേ ട്രോഫിയും മെഡലുകളും ഒക്കെ ഉണ്ട്. നമ്മുടെ ബ്രൈഡിൻ്റെ അനിയൻ്റെ ആട്ടോ. രണ്ടുപേരും നല്ല പഠിപ്പികളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുറേ ട്രോഫിയും മെഡലുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് അലീനേൻ്റെ എൻഗേജ്മെൻറ്റ് മേക്ക് ഓവർ വീഡിയോ ആട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നത്. നാച്ചുറൽ ലുക്ക് ആണോ വേണ്ടത് അതോ കുറച്ചൊരു ഫെയർ ആവണം? കുറച്ച് ഫെയർ വലിയ ഡിഫറൻസ് എന്നാലും നമുക്ക് സ്കിൻ ഒന്ന് കണ്ടോൺ ആക്കിയിട്ട് ഒത്തിരി ഫെയർ ആക്കാതെ കുറച്ച് ഗ്ലോ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ PSCൻ്റെ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മോയ്സ്ചറൈസറായിട്ട് നമ്മൾ യൂസ് ചെയ്തത് PSCൻ്റെ അക്വാപ്ലസ്റ്റ് വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസറാണ്. അത്യാവശ്യം നല്ല മോയ്സ്ചറൈസറാട്ടോ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് PSCൻ്റെ ഒരു ഓയിൽ പ്രൈമറാണ്. കാരണം നമ്മുടെ ബ്രൈഡിൻ്റെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആണ്. അതുമാത്രമല്ല നമ്മൾ എയർ ബ്രഷ് മേക്കപ്പാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കുറച്ചൊരു മോയ്സ്ചറായിട്ടിരിക്കുന്ന എന്തെങ്കിലും പ്രൈമർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നല്ലൊരു ഗ്ലോ കിട്ടാൻ ഈ പ്രൈമർ സഹായിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ബ്രൈഡിൻ്റെ ഫേസിൽ കുറച്ച് ഹെയർ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തു. ഐബ്രോ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു, എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും പ്രൈമറൊക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഇത് ചെയ്യണം കേട്ടോ. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഐബ്രോസിൻ്റെ കാര്യം ശ്രദ്ധിച്ചത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ എയർ ബ്രഷ് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഐബ്രോസും അതായത് ഐ മേക്കപ്പും എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എയർ ബ്രഷ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ എയർ ബ്രഷ് ആണെങ്കിലും HD ആണെങ്കിലും ഗ്ലാസ് സ്കിൻ ആണെങ്കിലും ഏത് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും ഞാൻ ഐബ്രോസും ഐ മേക്കപ്പും കഴിഞ്ഞിട്ടേ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അതിൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഐബ്രോ ഞാനിപ്പം യൂറോപ്പ് ഗേളിൻ്റെ ഒരു ഐബ്രോ പാലറ്റ് വെച്ചിട്ടാണ് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ PSCൻ്റെ ഒരു ഐക്കോണിക് ഒരു ബ്രഷ് കിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ബ്രഷ് കിറ്റ്, അതിൻ്റെ അകത്തുള്ളൊരു ഐബ്രോ ഫില്ലിംഗ് ബ്രഷാട്ടോ ഇത്. അതിൻ്റെ അകത്ത് തന്നെ ബ്രഷും ഉണ്ട്, ആപ്ലിക്കേറ്ററും ഉണ്ട്. നല്ല ബ്രഷാട്ടോ. എനിക്ക് തോന്നുന്നൊരു 4000 ആ ഒരു റേഞ്ചിൽ വരുമെങ്കിലും അത്യാവശ്യം നല്ല ബ്രഷുകളാണ്. ഐ മേക്കപ്പിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ബ്രഷുകളാണ്. മാക്സിമം ഞാൻ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് എനിക്ക് ഇടാൻ പറ്റാറില്ല. എല്ലാവരും ലിങ്ക് ചോദിക്കാറുണ്ട്. കാരണം എല്ലാ പ്രൊഡക്റ്റും ഓൺലൈനിൽ കിട്ടുന്ന സാധനങ്ങളല്ല. അപ്പോൾ ഇനി ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് എല്ലാത്തിൻ്റെയും പേരും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ചില വീഡിയോസിനൊന്നും ഞാൻ കൊടുക്കാറില്ല, അത് ടൈമും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ്. വർക്കിൻ്റെ തിരക്കും അതിൻ്റെ ഓട്ടങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്തതും കേട്ടോ. പക്ഷേ എല്ലാ വീഡിയോസിലും തന്നെ ഞാൻ ഏത് പ്രൊഡക്റ്റാണ് ഏത് കമ്പനീൻ്റെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറയാറുണ്ട്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഐബ്രോ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ജസ്റ്റ് ഐബ്രോ ഫില്ല് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഐബ്രോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഹൈലൈറ്റർ സിനിമ സീക്രട്ടിൻ്റെ ഒരു പാലറ്റാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ സ്കിൻ ടോൺ എന്താണോ അതിനേക്കാൾ ഒരു പൊടിക്ക് ഫെയർ ഷെയ്ഡ് വെച്ചിട്ടാണ് ജസ്റ്റ് ഐബ്രോ ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐബ്രോസ് കുറച്ച് നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് നിൽക്കാൻ സഹായിക്കും കേട്ടോ. അത് മാത്രമല്ല നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കറക്റ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ, കറക്റ്റ് ഷേപ്പിൽ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ ഒത്തിരി പേർക്ക് വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പറഞ്ഞ കമൻറ്റുകളും ഇൻസ്റ്റയിലാണെങ്കിലും മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അത് തന്നെ നമുക്ക് ഒത്തിരി സന്തോഷം. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും യൂട്യൂബിലൂടെ അതും ഇതൊക്കെ കണ്ടിട്ടാണ് ഞാനും മേക്കപ്പും കാര്യങ്ങളൊക്കെ പഠിച്ചതും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതൊക്കെ. അപ്പം നിങ്ങൾക്കും ഒരു യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കുകളുടെയും തന്നെ മാക്സിമം വീഡിയോസ് ഇടാറുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഫോറവറിൻ്റെ ഒരു കൺസീലർ പാലറ്റ് വെച്ചിട്ട് ആട്ടോ നമ്മൾ കൺസീൽ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഓറഞ്ച് എറക്ടർ വെച്ചിട്ടൊന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഡാർക്ക്നെസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഓറഞ്ച് എറക്ടർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഐ മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് ഐ ഷാഡോൻ്റെ കറക്റ്റ് പ്രോപ്പർ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ.
ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പം അതിന് മുന്നേ നന്നായിട്ട് വെറ്റാക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ കൺസീൽ ചെയ്യുന്ന ടാർട്ടിൻ്റെ നമ്മുടെ കൺസീലർ വെച്ചിട്ടാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും ടാർട്ടിൻ്റെ കൺസീലറാണ് ഞാൻ മെയിനായിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നത്. അടിപൊളി കൺസീലറാണ്, നല്ല കവറേജുമാണ്, എപ്പോഴും പറയുന്ന പോലെ തന്നെ. ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ടാൻ സാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാട്ടോ. അത്യാവശ്യം മീഡിയം ടു ഫെയർ സ്കിന്നുകാർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. അതേപോലെ കൺസീലർ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കൺസീലർ. അതുകൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് തന്നെ. നെക്സ്റ്റ് ഞാൻ പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് പൗഡർ പ്ലസ് ഫൗണ്ടേഷൻ കോമ്പാക്റ്റ് ആണ്. ഷെയ്ഡ് വന്നിട്ട് NC43.5 ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു മീഡിയം ഫെയർ ആ ഒരു സ്കിൻ ടോണിന് പറ്റും. അത്യാവശ്യം ഡാർക്ക്, അതായത് ഭയങ്കര ഡാർക്കല്ല, ഒരു മീഡിയം ടു ഫെയർ സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നല്ല കവറേജും കോമ്പാക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പ് ആട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ സാരി ഒരു മെറൂൺ ഡാർക്ക് ഒരു ഷെയ്ഡാട്ടോ. അപ്പോൾ നമ്മളൊരു ലൈറ്റ് ഒരു മെറൂൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ക്രീസ് ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ക്രീസ് ലൈനിൽ ഒരിക്കലും ഡാർക്ക് കളർ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കരുത്. ഏറ്റവും ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഞാൻ PACൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റായിട്ട് യൂസ് ചെയ്യുന്ന. അത്യാവശ്യം ഒരു ന്യൂഡ് ഷെയ്ഡും കുറച്ച് ഡാർക്ക് ഷെയ്ഡും കുറേ ഗ്ലിറ്ററൊക്കെ ഉള്ളൊരു ഐ ഷാഡോ പാലറ്റാണ്. നല്ല പാലറ്റാട്ടോ, അത്യാവശ്യം എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന എല്ലാ കളേഴ്സും ഉണ്ട്. അതിൻ്റെ അകത്തുനിന്നൊരു ഡാർക്ക് മെറൂൺ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ സൈഡിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പിൽ കുറച്ച് ഗ്ലിറ്റർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭയങ്കര ബ്രൈറ്റ് ഗോൾഡും അല്ല, ഒരു സിൽവറും അല്ലാത്തൊരു ഒരു ഗ്ലിറ്റർ വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, സെൻറ്ററിൽ മാത്രം ജസ്റ്റ് ഒരു ഷൈനിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന കേട്ടോ. നമ്മുടെ കണ്ണിന് കുറച്ചും കൂടെ ഗ്ലിറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു എടുപ്പ് കിട്ടും, കാണാൻ ഭയങ്കര രസമായിരിക്കും. ഐ മേക്കപ്പും ലാഷസൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഐ മേക്കപ്പ് കാണാൻ വേണ്ടി നല്ല രസമായിരിക്കും കേട്ടോ. അതേപോലെ ഞാൻ ഗ്ലിറ്റർ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും വിരൽ വെച്ചിട്ട് തന്നെ കേട്ടോ. ബ്രഷിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നത് കൈവച്ച് ചെയ്യുമ്പോഴാണ്. നെക്സ്റ്റ് നമ്മൾ ഐലൈൻ ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്ത് ഞാനൊരു ജസ്റ്റ് ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കണ്ണ് എഴുതി വെച്ച പോലെ തോന്നില്ല, എന്താ പറയുക, സ്മജ് ചെയ്ത് കൊടുത്തൊരു ഫീലായിരിക്കും കേട്ടോ കണ്ണിന്. അപ്പം ഐ മേക്കപ്പ് കാണാൻ വേണ്ടി കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഐലൈൻ ചെയ്ത് കൊടുക്കാൻ പോകണം. ഞാൻ ഷുഗറിൻ്റെ ജെൽ ഐലൈനർ ആട്ടോ യൂസ് ചെയ്യുന്നത്. വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ എപ്പോഴും ഷുഗറിൻ്റെ തന്നെ യൂസ് ചെയ്യുന്നത്. കാരണം പല ജെൽ ഐലൈനറും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അധികം സ്പ്രെഡ് ആവത്തുമില്ല, എന്നാൽ നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ ഇരിക്കുകയും ചെയ്യും, നല്ല ലോങ് ലാസ്റ്റിങ്ങും ആട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഐലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു വാലക്കിട്ടിട്ടാണ് എഴുതുന്നത്, ഒത്തിരി നീട്ടിയിട്ടല്ല, ജസ്റ്റ് ഒരു വാലക്കിട്ടിട്ടാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലാഷസ് വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. ഒത്തിരി തിക്കിൽ എഴുതുന്നില്ല, ലൈറ്റായിട്ട് എഴുതുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ലാഷസ് ആട്ടോ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ലാഷസ് ആണെങ്കിലും എന്ത് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും ഞാൻ ബ്രൈഡിനൊന്ന് കാണിച്ചു കൊടുക്കും, ട്രയൽ പോലെ. ഞാൻ രണ്ട് സൈഡിൽ രണ്ട് ടൈപ്പ് ലാഷസ് വെച്ച് കൊടുത്തു. ഒന്ന് കുറച്ച് ഹെവിയും പിന്നെ ഒന്ന് ഭയങ്കരമായിട്ട് ലൈറ്റായിട്ടുള്ള ലാഷസും വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പം അവർക്ക് എന്താണോ, അവർക്ക് എങ്ങനെയാണോ വേണ്ടത്, സ്യൂട്ടായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണോ അതാണ് നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ.
അങ്ങനെ നമ്മൾ ലാഷസൊക്കെ സെലക്ട് ചെയ്ത് ഒരു കുറച്ച് ഹെവി ആയിട്ടുള്ള ലാഷസ് ആട്ടോ വെക്കുന്നത്. പക്ഷേ ആ ലാഷസ് ഭയങ്കര രസമാണ്. ഐ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാഷസ് വെക്കുമ്പോഴത്തേനും കണ്ണിൻ്റെ ഭയങ്കര ഒരു എടുപ്പാട്ടോ. ഞാൻ ലാഷപ്പ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ലാഷസാണ്. അതിൻ്റെ അകത്ത് ഹാർമണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെയിമുള്ളൊരു ലാഷസ് ആട്ടോ യൂസ് ചെയ്യുന്നത്. ഭയങ്കര രസമാണ്, ഭയങ്കര നാച്ചുറാലിറ്റിയും ഭയങ്കര ഒരു കുറച്ച് ഹെവി ആണെങ്കിലും നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫാൻ വെച്ചൊന്ന് ഉണക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലായിട്ടുള്ള മേക്കപ്പുകൾ, അതായത് ഗ്ലിറ്റർ ഫൗണ്ടേഷൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ അടിയിലും കുറച്ചൊന്നും കൂടെ ആ ഓയിൽ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മൾ ടാറ്റിൻ്റെ കൺസീലറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡ്രൈ ആയിട്ട് ആ ലൈൻസ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചൊന്ന് ഒരു ഓയിൽ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഓക്സിഗ്ലോയിൻ്റെ ഒരു അണ്ടർ ഐ ക്രീമാണ്. അത് നമ്മുടെ ഫൈൻ ലൈൻസൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ അതായത് അപ്പർ ലിപ്പിൻ്റെ ഭാഗത്ത് കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക്നെസ്സൊക്കെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ഞാൻ കറക്റ്റ് ഭയങ്കര ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ഓറഞ്ച് ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ ഓറഞ്ചും മറ്റൊരു കൺസീലറും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ഓറഞ്ച് ആക്കിയിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പർ ലിപ്പിൻ്റെ ആ ഒരു റൗണ്ട് ഭാഗത്തും കണ്ണിൻ്റെ അടിഭാഗത്തും ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്, കൺസീൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കിൻ കളറിനേക്കാൾ കുറച്ചുകൂടി ഒരു ബ്രൈറ്റ്നസ് എത്തുള്ളൂ കേട്ടോ. ലാസ്റ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി ബ്ലെൻഡ് ആവുമേ. അത് ഞാൻ ഒരു സൈഡിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കാണിച്ചു കേട്ടോ. ബ്രൈഡിനെ ഷെയ്ഡും കാര്യങ്ങളും നമ്മൾ ഇട്ട് കാണിച്ചു കൊടുക്കും. അവർക്ക് ഓക്കെ ആണോ, അതോ കുറച്ചും കൂടി ഫെയർ ആണോ, അതോ കുറച്ചും കൂടി സ്കിൻ ടോണിലേക്ക് നന്നായിട്ട് പോകണോ എന്നൊക്കെ കാണിച്ചു കൊടുക്കും. അതനുസരിച്ചിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊടുക്കും. ഒരിക്കലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മാത്രമായിരിക്കില്ല ഒരു ബ്രൈഡിനെ മേക്കപ്പ് ചെയ്യുന്നത്. അവർക്ക് എങ്ങനെയാണ് വേണ്ടത് അതേപോലെ ചോദിച്ച് ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫുൾ ഫേസ് ചെറുതായിട്ടൊന്ന് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന് ശേഷമാണ് ഞാൻ എയർ ബ്രഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സ്കിന്നൊക്കെ ഇവൻ ടോണായിട്ടുള്ളവർക്ക് എയർ ബ്രഷിന് മുന്നേ ഒത്തിരി ഫൗണ്ടേഷനൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് നമുക്ക് എയർ ബ്രഷ് ആണെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഫാൻ വെച്ച് ഉണക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഡ്രൈ ആവണം എയർ ബ്രഷ് മേക്കപ്പ്, എന്നാലേ നന്നായിട്ട് ലാസ്റ്റിങ് നമുക്ക് കിട്ടത്തുള്ളൂ. നന്നായിട്ട് ഡ്രൈ ആവണം. ആദ്യം നമുക്കൊരു കുറച്ചൊരു പൗഡറിഷ് അങ്ങനത്തെ ഒരു ഭയങ്കര മേക്കപ്പ് ഫീൽ വന്നാലും ലാസ്റ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ആവും. അത് നിങ്ങൾക്ക് മേക്കപ്പിൻ്റെ അവസാനത്തെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. നമ്മൾ ഹെയർ സ്റ്റൈൽസിൻ്റെ വീഡിയോസും കൂടി ഉണ്ട്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കുറേ നാളുടെ ഹെയർ സ്റ്റൈൽ വീഡിയോ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോസും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ക്രൗൺ പോർഷൻ ഒന്ന് ക്രിമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ക്രിമ്പ്, എൻ്റെ വെലോസിറ്റീൻ്റെ ക്രിമ്പറാട്ടോ. അത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. വെലോസിറ്റീൻ്റെ ക്രിമ്പറാണ്, ചെറിയ ക്രിമ്പറാട്ടോ, ഒത്തിരി വലുതല്ല. ചെറിയ ക്രിമ്പറിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് ക്രിമ്പായിട്ട് ഇങ്ങനെ ഒടിഞ്ഞിരിക്കില്ല. ഒരു നല്ല നീറ്റായിട്ട് തന്നെ ഉള്ള രീതിയിലേ വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ക്രിമ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്രൗൺ പോർഷൻ എടുത്തിട്ട് ആ രണ്ട് ഭാഗവും നന്നായിട്ട് ക്രിമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബ്രൈഡിൽ നിന്ന് ലൂസ് ഹെയർ ആട്ടോ ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് അതിന് മുന്നേ നമ്മൾ ഹെയർ സ്റ്റൈൽ ഡിസൈഡ് ചെയ്യുന്നതിന് മുന്നേ 1-2 ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ ചെയ്ത് നോക്കും. സൈഡും ബാക്കൊക്കെ ചെയ്ത് നോക്കും ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന്. അങ്ങനെ ഞങ്ങൾ സൈഡ് പാർട്ടീഷൻ എടുത്ത് ലൈൻസ് കൊടുത്തിട്ട് ജസ്റ്റ് പകുതി മാത്രം പിടിച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്നാട്ടോ വിചാരിച്ചത്. ബാക്കി കേൾസ് ഇട്ട് കൊടുക്കാമെന്നാട്ടോ വിചാരിച്ചത്. അങ്ങനെ ചെയ്തപ്പോഴാണ് നമ്മുടെ ബ്രൈഡിന് ഇഷ്ടപ്പെട്ടത്. എനിക്കും ഫേസിന് കുറച്ചും കൂടി സ്യൂട്ട് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നത് സൈഡാട്ടോ. അങ്ങനെ ക്രൗൺ പോർഷൻ ക്രിമ്പ് ചെയ്ത ഭാഗം ജസ്റ്റ് ഒന്നും കൂടെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ബാക്ക് സൈഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് അടിയിലൊരു, അതായത് ഇയർ ടു ഇയർ, അതായത് അടിഭാഗത്തെ ആ ഒരു സെക്ഷൻ മാത്രം എടുക്കുന്നുണ്ട്. എടുത്തിട്ട് അതാണ് ഞാൻ ആദ്യം കേൾസ് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു അടിഭാഗത്താണ് നമ്മൾ എക്സ്റ്റൻഷൻ വെക്കുന്നത്. അതുകൊണ്ട് അത് നന്നായിട്ട് ഇടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെക്ഷൻ എടുത്തിട്ട് നന്നായിട്ട് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഹെയർ എക്സ്റ്റൻഷൻ വെക്കുമ്പോൾ നമുക്കൊരു ഗ്രിപ്പ് വേണമല്ലോ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്ക് കോംബ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. ടാറ്റിൻ്റെ സ്പ്രേ ആട്ടോ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു സെക്ഷൻ എടുത്തിട്ട് നമ്മൾ അയൺ കേൾസ് ആണ് കൊടുക്കുന്നത്. അയണറും കൊണ്ട് അയൺ കേൾസ് ആകുമ്പോൾ നമുക്കൊരു നീറ്റായിട്ടുള്ള കേൾസ് കിട്ടുകയും ചെയ്യും. അതേപോലെ നമുക്ക് കുറച്ച് വോളിയമുള്ള കേൾസും കിട്ടും കേട്ടോ അയൺ കേൾസ് ചെയ്യുമ്പോൾ.
അതേപോലെ നമ്മുടെ ഇൻസ്റ്റ ഐ ഡി മേക്ക് ഓവർ ബൈ ജോസ്ന എന്നാണ് എൻ്റെ വർക്കിൻ്റെ ഇൻസ്റ്റ ഐ ഡി. അല്ലാത്തത് ഇറ്റ്സ് മീ ജോസൂട്ടിയും തന്നെയാണ് കേട്ടോ. അപ്പോൾ വർക്കും കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽസ് കൂടുതൽ വീഡിയോസ് കാണേണ്ടവരെല്ലാവരും ഇൻസ്റ്റയിൽ പോയി നോക്കുക. നമ്മൾ ഓൾ കേരള എല്ലായിടത്തും പോയി സർവീസ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. നമ്മൾ വന്നിട്ട് അടിപൊളിയാക്കി തരുന്നതായിരിക്കും കേട്ടോ. അതേപോലെ കോൺടാക്ട് ചെയ്യേണ്ടവർ ഒന്നെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ ആട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പം ഹെയർ എക്സ്റ്റൻഷൻ്റെ ബാക്കിൽ ഇങ്ങനെ ചെറിയ ടിക് ടാക്ക് പോലത്തെ ക്ലിപ്പ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ബാക്ക് കോംബ് ചെയ്ത ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് ഹെയറോട് കൂട്ടി ക്ലിപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് സ്ലൈഡ് വെച്ചൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഡേ ഫുള്ള് നമുക്ക് നിൽക്കണ്ടല്ലോ, വൈകുന്നേരം വരെ ലാസ്റ്റ് ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് കുറച്ച് ക്ലിപ്പും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും അതിൻ്റെ മുകളിലുള്ളൊരു സെക്ഷൻ, ചെറിയൊരു സെക്ഷൻ എടുത്തിട്ട് അതും നന്നായിട്ട് കേൾസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല നീറ്റായിട്ട് സെക്ഷൻ എടുത്തിട്ട് കേൾസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് എപ്പോഴും നീറ്റായിട്ട് തന്നെ ഇരിക്കും ഹെയർ. അതേപോലെ ഇനി ഞാൻ കേൾസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ചെറിയ സെക്ഷൻ എടുത്തിട്ടാട്ടോ കേൾ ചെയ്യുന്ന, അയൺ കേൾസ് ചെയ്തിടുന്നത്. ഏകദേശം ഹെയറിൻ്റെ ബാക്ക് സൈഡൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിലെ ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ ഓൾറെഡി അത്യാവശ്യം തിക്നെസ് ഉണ്ട് ഹെയറിന്. അപ്പം ആ ഹെയറിൽ ക്രിമ്പും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഒന്ന് വോളിയമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി ബാക്ക് കോംബ് ഒന്നും ചെയ്തെടുക്കുന്നില്ല, ഒത്തിരി ഭയങ്കര ഹൈറ്റിൽ കൊടുക്കുന്നില്ല. ആ ഒരു
എന്താണ് ഓൾറെഡി ഫേസിന് ചേരുന്ന രീതിയിലൊരു പഫ്നെസ് ഉണ്ട് ആ ഹെയറിന്. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഒത്തിരി ബാക്ക് കോംബ് ഒന്നും ചെയ്യുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ ഫുൾ 2 സൈഡും ബാക്കിലേക്ക് എടുത്ത് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നില്ല. ജസ്റ്റ് രണ്ട് സൈഡിൻ്റെ പകുതി വെച്ചിട്ട് മാത്രമേ ഹെയർ എടുത്ത് ക്ലിപ്പ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ലൈൻസ് കൊടുത്തിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചേക്കുന്നത്. ഇപ്പം ലൈൻസ് കൊടുക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നീറ്റായിട്ടിരിക്കുന്നതിനേക്കാളും കുറച്ച് ചെറിയൊരു ലൈൻസൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഫോട്ടോസിനാണെങ്കിലും ഹെയർ സ്റ്റൈൽ കാണാൻ വേണ്ടി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് നീറ്റായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നോർമലി ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ലൈൻസൊക്കെ ഇടാനാണെങ്കിൽ ഇതേപോലൊരു സ്റ്റിക്ക് എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻ്റെ ആ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കും കേട്ടോ, നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഹെയറിൽ ലൈൻസ് ഇടാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും കേട്ടോ. ഞാനങ്ങനെയാണ് നോർമലി എപ്പോഴും ചെയ്യാറ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സെറ്റിംഗ് സ്പ്രേ അടിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടാണ് ഞാൻ എപ്പോഴും ലൈൻസ് ഇടുന്നത്. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് നല്ല ലൈൻസ് കിട്ടും. അപ്പോൾ കൈ കൊണ്ട് ഇടാൻ പറ്റാത്തവർ യൂപ്പിന് ജസ്റ്റ് ഇറക്കി വെച്ചിട്ടും അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. ഞാൻ കൈ കൊണ്ടാട്ടോ നോർമലി ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ആദ്യം ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈൻ പോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ ഹെയർ സ്റ്റൈൽ സ്പ്രേ ചെയ്തിട്ട് പിന്നെ അതൊന്നും കൂടെ ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ലൈൻസ് ഒന്നും കൂടെ ഇങ്ങനെ നീറ്റാക്കി എടുക്കുകയാണെങ്കിൽ വൈകുന്നേരം വരെ അതേപോലെ തന്നെ ലൈൻസ് ഇരിക്കുകയും ചെയ്യും, നല്ല ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതേപോലെ കുഞ്ഞു ഹെയറുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കാതെ നല്ല നീറ്റായിട്ടുള്ള ലൈൻസ് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ഇപ്പുറത്തെ സൈഡായിട്ടോ ചെയ്യാൻ പോകുന്നത്. ഈ സൈഡ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചൊന്ന് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമലി എല്ലാവർക്കും തന്നെ ഈ ഒരു സൈഡ് എപ്പോഴും ഹെയർ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ബാക്ക് കോംബ് ചെയ്തിട്ടാണ് ഞാൻ ലൈൻസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ആദ്യം ബാക്ക് കോംബ് ചെയ്യും, പിന്നെ സ്റ്റിക്ക് വെച്ച് ഞാൻ ഫിക്സ് ചെയ്തിട്ട് പിന്നെ ചെറിയ കൈ കൊണ്ട് ചെറിയ ലൈൻസ് കൊടുത്ത് പിന്നെ സ്പ്രേ കൊടുത്ത് ആട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ നോർമലി എപ്പോഴും ചെയ്യാറ്. ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ്. ഞാനിങ്ങനെ ആട്ടോ എപ്പോഴും ചെയ്യാറ്. ഫസ്റ്റൊക്കെ ഞാൻ ലൈൻസ് ഇട്ടുകൊണ്ടിരുന്നത് ആദ്യത്തെ ടൈമിലൊക്കെ ഞാൻ യൂപ്പിനൊക്കെ വെച്ചിട്ട് ലൈൻസ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ നമുക്കത് ഏകദേശം മനസ്സിലാവും ചെയ്യുന്ന കൈയൊക്കെ ഓക്കെ, അതായത് കയ്യിലൊക്കെ വഴങ്ങും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ ലൈൻസ് ഇടാൻ തുടങ്ങി. കൈ കൊണ്ട് ഇടുമ്പോൾ നമുക്ക് ചെറിയ ലൈൻസ് നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. രണ്ട് സൈഡിലെ ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ആയി ലൈൻസൊക്കെ ഇട്ടെല്ലാം സെറ്റായിട്ട് മാത്രമേ ഞാൻ ഹെയർ ക്ലിപ്പ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ യൂപ്പിന് ഇറക്കി വെക്കാറാണ് പതിവ്. ജസ്റ്റ് നമ്മുടെ ഹെയർ എക്സ്റ്റൻഷനിലേക്ക് യൂപ്പിന് ഇറക്കി വെക്കാറാണ് പതിവ്. നമ്മൾ സ്ലൈഡ് കെട്ടുമ്പോൾ ചിലപ്പം ഇത് താന്ന് പോകാൻ, അതായത് ഹെയർ ഇങ്ങനെ പതിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ യൂപ്പിന് ഇറക്കി വെക്കുന്നത് കേട്ടോ. യൂപ്പിന് നമ്മുടെ എക്സ്റ്റൻഷനിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അത് നന്നായിട്ട് അവിടെ തന്നെ ഇരുന്നോളും, പോകത്തൊന്നുമില്ല. അതേപോലെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് പൊക്കി കൊടുക്കണമെന്നാണെങ്കിൽ നമുക്കിങ്ങനെ നമ്മുടെ ടെയിൽ കോമ്പ് കിട്ടും. ഇതിൻ്റെ പേര് ടെയിൽ കോമ്പ് എന്നാട്ടോ പറയുന്നത്. അപ്പം ഈ കോമ്പിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കയറ്റി ഒന്ന് പുള്ളി ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ഫ്രണ്ട് സൈഡ് ജസ്റ്റ് ഒന്ന് കേൾസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ബാക്കിൽ ഫുൾ കേൾസ് ആണല്ലോ. അതേപോലെ നമ്മൾ ഫ്രണ്ടിലത്തെ ബാക്കി വന്ന ഫേസിലേക്ക് ഇട്ട ആ ഹെയറും കൂടെ ജസ്റ്റ് ഒന്ന് ടിപ്പ് ഭാഗം മാത്രം ഒന്ന് ബെൻഡ് ചെയ്ത് കേൾസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും കൂടെ ജസ്റ്റ് അപ്പുറത്ത് ചെയ്തപോലെ തന്നെ ടിപ്പ് മാത്രം ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഫൈനലായിട്ട് എല്ലാ കേൾസിലും ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേൾസിലും അതേപോലെ ലൈൻസിലും എല്ലാം ജസ്റ്റ് ഒന്നും കൂടെ സ്പ്രേ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ കേൾസൊക്കെ ഞാൻ കൈ പിടിച്ചിട്ട് തന്നെ കേൾസ് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ കേൾസ് ലൂസായി പോകത്തില്ല കേട്ടോ. ഇനി നമ്മൾ ഫേസിൽ ഓൾറെഡി ജസ്റ്റ് ഹെയർ ബ്രഷ് മാത്രമേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഫേസിൽ പൗഡർ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ മാക്കിൻ്റെ കോമ്പാക്റ്റ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫേസ് ഫുള്ള്. അതേപോലെ നമ്മൾ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് നേരത്തെ മസ്കാര ഇട്ടിട്ടില്ലായിരുന്നു. കാരണം എയർ ബ്രഷ് ചെയ്യുമ്പം എന്തായാലും ലാഷസിലേക്കൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ പിടിക്കും. അതുകൊണ്ട് ഒരിക്കലും ആദ്യം ലാഷസിൽ മസ്കാര ഇട്ട് വെക്കരുത്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. നമ്മൾ കണ്ണിൻ്റെ അടിഭാഗം ജസ്റ്റ് മസ്കാര കൊണ്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണ് ഞാൻ അടിഭാഗത്ത് എഴുതുന്നില്ല കേട്ടോ, ജസ്റ്റ് മസ്കാര കൊണ്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഞാൻ ബ്ലഷ് ആട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ റെവല്യൂഷൻ്റെ സൂപ്പർ ഡൂയി ലിക്വിഡ് ബ്ലഷ് ആട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഡൂയി ഫിനിഷ് കിട്ടും. മേക്കപ്പിന് പൗഡർ ബ്ലഷിനേക്കാളും കുറച്ചും കൂടി ഒരു ഡൂയി ഫിനിഷ് വേണമെന്നാണെങ്കിൽ ഇതേപോലെ ലിക്വിഡ് ബ്ലഷോ അല്ലെങ്കിൽ ക്രീം ബ്ലഷൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഫേസിൽ സെറ്റിംഗ് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുന്ന അഫ്ലേഴ്സിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ്. അത്യാവശ്യം നമുക്കൊരു ഡൂയി ഫിനിഷ് കിട്ടുകയും ചെയ്യും. അതേപോലെ അത്യാവശ്യം നല്ല ലാസ്റ്റിങ്ങും ആണ് കേട്ടോ ഈ സെറ്റിംഗ് സ്പ്രേ. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ ഒരു ഹാൻഡ് ഫാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ലാസ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പം യൂസ് ചെയ്യുന്നത് ചാമ്പഴൻ്റെ എർത്തി റെഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഞാൻ മിക്ക ബ്രൈഡ്സിന് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഞാൻ ഓരോരുത്തർക്കും ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കാണിച്ചു കൊടുക്കുമ്പോഴേ അവർക്കും ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ് ഇതാണ് കേട്ടോ. ഭയങ്കര അടിപൊളി ഷെയ്ഡാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഭയങ്കര റെഡിഷ് അങ്ങനത്തെ ഷെയ്ഡല്ല. അതിപ്പോൾ ലൈറ്റിൻ്റേതായ കുറച്ച് കളർ കൂടുതലായിട്ട് തോന്നുന്നതാണ്. ശരിക്കും നല്ലൊരു ഒരു മെറൂൺ നല്ലൊരു ഷെയ്ഡാട്ടോ അത്. നല്ലൊരു മാറ്റായിട്ടുള്ള നല്ല അടിപൊളി ഷെയ്ഡാണ്. നല്ല ലാസ്റ്റിങ്ങും ആണ് കേട്ടോ. അങ്ങനെ ഇതാട്ടോ നമ്മുടെ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ കുറച്ച് ലൈറ്റ് ഓവറാണ്, കാരണം ഫോൺ ഞാൻ റിംഗ് ലൈറ്റിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ലൈറ്റ് കൂടുതലാണോ കുറവാണോ എന്ന് എനിക്ക് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് ലൈറ്റ് ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടാണ് ഭയങ്കര ഇതായിട്ട് കുറച്ച് ലൈറ്റ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ശരിക്കും മേക്കപ്പിൽ നമുക്ക് ശരിക്കും ഈ ഒരു വൈറ്റ് കളറല്ല, നമ്മുടെ സ്കിൻ ടോണിൻ്റെ ഒരു സെയിം കളർ തന്നെയാട്ടോ ഉണ്ടായിരുന്നത്. ഇഷ്ടപ്പെട്ടോ? നല്ലതായിട്ടുണ്ട്. നമുക്കൊരു സെൽഫി എടുക്കാതെ. അങ്ങനെ ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ സാരി വൺ സൈഡായിട്ടാട്ടോ ഇട്ടത്. നല്ല ഭംഗിയായിരുന്നു, നല്ല സാരി, നല്ല കളറൊക്കെ ആയിരുന്നു കേട്ടോ. കണ്ടോ നമ്മുടെ ഫേസിൽ ഗ്ലോ ഉണ്ട്, എയർ ബ്രഷ് ചെയ്യുമ്പോൾ ഉള്ള ഗ്ലോ ആട്ടോ ഇത്. അതേപോലെ ഇപ്പോൾ ഇനി വരുന്ന അപ്കമിങ് ബ്രൈഡ്സ് എല്ലാവരും ഒരു ഹാൻഡ് ഫാൻ കയ്യിൽ എല്ലാവരും മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ടിഷ്യൂവിൽ നമ്മൾ ഫേസ് ജസ്റ്റ് ഒപ്പി എടുക്കുന്നതിനേക്കാളും നമുക്ക് ഹാൻഡ് ഫാൻ കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.